രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമ്മുടെ ഭാരതീയമായിരിക്കുന്ന നഗര നിർമ്മാണ ശില്പവിദ്യ നമുക്ക് ഇവിടെ നേരിട്ട് കാണാം. ഗോപുരങ്ങൾക്കെല്ലാം 7 നിലകളാണ്. എന്താ ഈ 7 നിലകൾ? ഭൂമി തൊട്ട് മുകളിലോട്ടുള്ളതായ 7 ലോകങ്ങളുടെ പ്രതിനിധികളാണവ. നാം ഇരിക്കുന്നതായ ലോകം ഭൂലോകം, പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചം ഭൂലോകം, അതിൻ്റെ സൂക്ഷ്മമണ്ഡലം ഉപരിമണ്ഡലം ഭൂർലോകം, അതിൻ്റെ സൂക്ഷ്മമണ്ഡലം അഥവാ ഉപരിമണ്ഡലം സ്വർലോകം, അതിനുമപ്പുറം മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഈ 7 ലോകങ്ങളുടെ പ്രതിനിധികളാണ് ഈ ഗോപുരങ്ങളിലെ 7 നിലകൾ. അതിനുമപ്പുറത്ത് മൂലപ്രകൃതി, അതാണ് താഴികക്കുടങ്ങളായി നമ്മുടെ കൺമുന്നിൽ കാണപ്പെടുന്നത്. അവയെല്ലാം സ്വർണം പൂശിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ സ്വർണ്ണ നിർമ്മിതവുമായിരിക്കാം. എന്തിനാ? അത് മൂലപ്രകൃതിയുടെ വർണ്ണം, അതാണ് ആ സ്വർണവർണ്ണം. അതാണ് സീത സ്വയംവര പന്തലിലേക്ക് വരുമ്പോൾ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് നാം കേട്ടു. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി. മൈഥിലിയുടെ നിറം, മൈഥിലി ബ്രഹ്മവിദ്യയാണ്, മൂലപ്രകൃതിയാണ്. പരമാത്മജ്ഞാനത്തെ നമുക്ക് പകർന്നു തരുന്ന മൂലപ്രകൃതിയുടെ അത്യന്തം ചൈതന്യപൂർണമായിട്ടുള്ള സ്വരൂപമാണ് സീത. അതാണ് സീതയ്ക്ക് സ്വർണവർണ്ണം. അതാണ് ഈ താഴികക്കുടങ്ങൾക്ക് സ്വർണവർണ്ണം. അത് അനന്തമായ നീലാകാശത്തെ ചൂണ്ടി നിൽക്കും. ആ ആകാശം പരമാത്മാവിന്റെ പ്രതീകമാണ്. ആകാശം എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് ആർക്കും പറയാൻ പറ്റൂല. അങ്ങനെയാണ് പരമാത്മാവ്. ആകാശത്തിനൊരു പ്രത്യേക ആകൃതിയില്ല, അങ്ങനെ തന്നെയാണ് പരമാത്മാവ്. ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായ ആകൃതികളൊന്നുമില്ലാത്തതാണ് പരമാത്മാവ്. ആ പരമാത്മാവിന്റെ കണ്ണുകൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ കാണാവുന്ന രൂപമാണ് ഈ ആകാശം. അതുകൊണ്ട് പരമാകാശത്തെ മഹാകാശം എന്ന് പറയും. ഈ ആകാശത്തെ പോലും തൻ്റെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നതായ മഹാകാശം. ഈ ആകാശത്തിൽ നിന്നിട്ട് ആ മഹാകാശത്തെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സങ്കല്പിച്ച് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ മഹാകാശത്തെ ചൂണ്ടി നിൽക്കുന്നു ഈ താഴികക്കുടങ്ങൾ. നേരെ ചൂണ്ടുന്നത് ആകാശത്തെയാണ്. അതിൻ്റെ അർത്ഥം അതിനുമപ്പുറത്തുള്ള മഹാകാശമാണ്, പരമാകാശമാണ്, പരമമായിരിക്കുന്നതായ സ്ഥാനം. ഇത് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഗോപുരങ്ങളുടെ എല്ലാം നിർമ്മിതിയുടെ ഘടനയാണ്. ആ ഗോപുരങ്ങളിൽ ഓരോ നിലകളിലുമുള്ളതായ ശില്പങ്ങൾ അതത് ലോകത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ളതായ ശില്പങ്ങളാണ്. ഏറ്റവും താഴത്തെ നിലയിൽ ഭൂലോക സദൃശമായിരിക്കുന്ന ശില്പങ്ങളാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവിടെ കാണാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും യക്ഷ, കിന്നര, ഗന്ധർവ, സിദ്ധ, ചാരണ തുടങ്ങിയ ഭൂർലോക നിവാസികളുടെ ശില്പങ്ങളായിരിക്കും രണ്ടാമത്തെ തലത്തിൽ വരിക. അതിനപ്പുറം സ്വർലോക നിവാസികളുടെ ശില്പങ്ങളാകും. വെറുതെ കുറേ ശില്പങ്ങൾ ഇങ്ങനെ കമനീയമായിട്ട് നിർമ്മിച്ചു വയ്ക്കലല്ല, വളരെ ശാസ്ത്രീയമായി നമ്മുടെ മഹാഗ്രന്ഥങ്ങളിൽ ഈ ലോകങ്ങളെ എങ്ങനെയൊക്കെയാണോ ആചാര്യന്മാർ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ആ പ്രകാരത്തിലുള്ള ശില്പങ്ങളാണ് വിദഗ്ധരായിട്ടുള്ള ശില്പികൾ നിർമ്മിച്ച് വെക്കുക. അങ്ങനെ ഏറ്റവും മുകളിൽ താഴികക്കുടം. ആ താഴികക്കുടത്തിൻ്റെ അഗ്രഭാഗം
അവിടെ രൂപങ്ങളെല്ലാം അവസാനിക്കുന്നു. ആ അഗ്രഭാഗം അത് ഒരു രൂപവുമില്ലാത്ത അനന്തതയെ ചൂണ്ടി നിൽക്കുന്നു. അതിനപ്പുറം ആ അനന്തതയാണ്. അതാണ് പരമമായിരിക്കുന്ന ലക്ഷ്യം. അങ്ങനെ 7 നിലകളുണ്ടാകും ഇവിടെ ലങ്കാപുരത്തിലും ഈ 4 ഗോപുരങ്ങൾക്കും. ഇങ്ങനെ കോട്ട, ഒരു കോട്ടയല്ലേ ഉള്ളത്, 7 കോട്ടകളുണ്ട്. ഓരോ കോട്ടയ്ക്കും അകത്ത് ഇതേ പ്രകാരത്തിൽ ഓരോ കോട്ടകൾ ഇങ്ങനെ വരും. അങ്ങനെ ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന് എന്നുള്ള നിലയിൽ ഈ നഗരിയെ മുഴുവൻ ചുറ്റി 7 കോട്ടകളുണ്ട്. എല്ലാത്തിലും 4 ഗോപുരങ്ങളുണ്ട്. ഈ ഗോപുരങ്ങൾക്കെല്ലാം 7 നിലകളുണ്ട്. അതുകൊണ്ട് 28 ഗോപുരം ആ ലങ്കാപുരിക്ക് ചുറ്റുമായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. എന്ന് മാത്രമല്ല, എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി. എല്ലാ കോട്ടയ്ക്കും വെളിയിലായിട്ട് കിടങ്ങുണ്ട്. കാരണം കോട്ടയിൽ കൂടി ചെന്നിട്ട് ആരും പറ്റിപ്പിടിച്ച് മുകളിലേക്ക് കയറരുത്. അതിനു വേണ്ടിയിട്ട് ചുറ്റുമായി ആർക്കും ചാടിക്കടക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ വലിയ കിടങ്ങുകൾ. ആ കിടങ്ങുകളിലെല്ലാം ഈ മുതലകളെ വളർത്തിയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നീന്തിപ്പോലും കടക്കാൻ പറ്റില്ല. അങ്ങനെ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. പിന്നെ രാവണന്റെ ആളുകൾക്ക് പുറത്തിറങ്ങാനോ അതിനു വേണ്ടിയിട്ട് യന്ത്രപ്പാലങ്ങളുണ്ട്. ആവശ്യം വരുമ്പോഴേക്കും ആ പാലങ്ങളെല്ലാം റെഡി. അത് കഴിയുമ്പോഴേക്കും ആ പാലങ്ങളെ പിൻവലിക്കാം. ഇങ്ങനെയുള്ള വലിയ സന്നാഹങ്ങളോടുകൂടിയതാണ് അവിടെയുള്ള നിശാചരന്മാരുടെ എണ്ണം, അവിടെയുള്ള സൈന്യത്തിന്റെ സംഖ്യ. ഉത്തരഗോപുരം കാക്കാൻ എത്ര പേരുണ്ട്, ദക്ഷിണ ഗോപുരം കാക്കാൻ എത്ര പേരുണ്ട്, കിഴക്കേ ഗോപുരവും പടിഞ്ഞാറേ ഗോപുരവും കാക്കാൻ എത്ര പേരുണ്ട്, അവരുടെ കയ്യിലുള്ളതായ ആയുധത്തിന്റെ കണക്കുകൾ എല്ലാം. തുടർന്ന് ആഞ്ജനേയൻ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഈ പ്രകാരത്തിൽ സുരക്ഷിതമായ ലങ്കയ്ക്കുള്ളിലേക്കാണ് കടന്നു ചെന്ന് ഇനി ആക്രമിക്കേണ്ടത്. അപ്പോൾ എത്രയും വേഗം ലങ്കാപുരത്തെ കീഴ്പ്പെടുത്തി, സമുദ്രം കടന്ന് ലങ്കാപുരത്തെ കീഴ്പ്പെടുത്തി രാവണനെ സംഹരിച്ച് ദേവിയെയും കൊണ്ടുപോരാം എന്ന് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നു. ശ്രീരാമചന്ദ്രൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. തുടർന്ന് ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടായി. ആഞ്ജനേയന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് സമുദ്രം കടന്ന് ലങ്കാപുരത്തെ തകർത്ത് ദേവിയെ മടക്കി കൊണ്ടുവരാമെന്ന് ആഞ്ജനേയൻ പറയുന്നത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു. കഞ്ചവിലോചനാകിയ രാഘവൻ, താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണുകളോട് കൂടിയവനായ രാമൻ പറഞ്ഞു, ഇപ്പോൾ വിജയമുഹൂർത്തകാലം, പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല സമയമാണ്, നല്ല മുഹൂർത്തമാണ്. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹത്തോടു കൂടിയിട്ട് ഇപ്പോൾ തന്നെ യുദ്ധത്തിന് സജ്ജരായിട്ട് പുറപ്പെടുക. ഇപ്പോഴത്തെ നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രമാണ് നക്ഷത്രം. അത് നമുക്ക് ജയത്തെ ആശംസിക്കുന്നു. ഈ സമയത്ത് നാം യുദ്ധയാത്ര ആരംഭിക്കുകയാണെങ്കിൽ ജയം സുനിശ്ചിതം. ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ, എൻ്റെ വലത് കണ്ണ് തുടിക്കുന്നു. ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സകല ലക്ഷണങ്ങളും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കുമാണ് ഇത്തരം ലക്ഷണങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായി തീരുന്നത്. ലക്ഷണശാസ്ത്രം ഭാരതീയമായിരിക്കുന്ന ശാസ്ത്രങ്ങളുടെ ഒരു വിഭാഗമാണ്. തപസ്സിന്റെ ബലമുള്ള ആളുകൾ ആ ശാസ്ത്രത്തെ വിനിയോഗിക്കുകയാണെങ്കിൽ ഓരോ സന്ദർഭത്തിലും വരാൻ പോകുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാനായി സാധിക്കും. അങ്ങനെ ലക്ഷണങ്ങളെല്ലാം നമുക്ക് അനുകൂലം, നമുക്ക് ജയപ്രദമാണ്, ജയത്തെ ആശംസിക്കുന്നതാണ്, ജയത്തെ നൽകുന്നതാണ്. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. സർവസൈന്യാധിപൻ നീലനാണ്. രാമൻ പറയാണ്, മുഴുവൻ സൈന്യത്തെയും സർവസൈന്യാധിപനായിരിക്കുന്ന മഹാബലശാലിയായ നീലൻ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്
പരിപാലിക്കണം. അതിനുവേണ്ടി എല്ലാ വാനര അധിപന്മാരെയും കൃത്യമായ ചുമതലകൾ കൊടുത്തിട്ട് കൃത്യമായ സ്ഥാനങ്ങളിൽ നിർത്തി സൈന്യത്തെ സുരക്ഷിതമായിട്ട് നേരെ ദക്ഷിണദിക്കിലേക്ക് സമുദ്രതീരത്തേക്ക് നയിക്കുക. ആ സൈന്യത്തിൻ്റെ മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിൻപേ സുമിത്രാത്മജൻ അംഗതോപരി. ആഞ്ജനേയന്റെ കണ്ഠത്തിലേറിയിട്ട് ഞാൻ മുന്നാലെ നടക്കും. എൻ്റെ തൊട്ടു പിന്നാലെ അംഗദന്റെ കണ്ഠത്തിലേറിയിട്ട് ലക്ഷ്മണകുമാരനും സജ്ജരിക്കും. എന്നെ പിരിയാതെ സുഗ്രീവൻ എപ്പോഴും അടുത്തുണ്ടാകണം. മുഴുവൻ വാനരവീരന്മാരുടെ അധിപന്മാരും നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശൂലിസമാനനാം മൈന്ദൻ, വിവിധനും ഇവരെല്ലാവരും അവരവരുടേതായ സൈനിക വിഭാഗങ്ങളുടെ ചുമതല വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വഹിക്കണം. അങ്ങനെ ഈ യാത്ര ദക്ഷിണദിക്കിലേക്ക് പോകുമ്പോഴേക്കും ശത്രുസൈന്യം നമ്മുടെ സൈന്യത്തെ ആക്രമിക്കാനുള്ള ദുസ്സാഹസം കാണിച്ചു എന്ന് വരാം. അങ്ങനെ ഒരു ആപത്ത് പിണയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ജാഗ്രതയോടുകൂടി വ്യൂഹം രചിച്ച് ദക്ഷിണദിക്കിലേക്ക് പുറപ്പെടാം എന്ന് രാമൻ തന്നെ കൽപ്പിക്കുന്നു. സൈന്യം മഹാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് നീങ്ങുന്നത് വ്യൂഹം രചിച്ച്, വേണ്ടുന്ന രീതിയിലുള്ള വ്യൂഹം രചിച്ച്. അതൊരു വലിയ ശാസ്ത്രമാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വ്യൂഹം രചിച്ച് വേണ്ടുന്ന സജ്ജീകരണങ്ങളോടുകൂടിയിട്ടാണ് സൈന്യം നീങ്ങുക. അങ്ങനെ ആർത്തു വിളിച്ച് കളിച്ച് പുളച്ച് ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവേകാൽ നടന്നു തുടങ്ങിനാർ. ആ സൈന്യം ഈ പറഞ്ഞതായ വിന്യാസ ഭംഗിയോടുകൂടിയിട്ട് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങി. ആ പോകുന്ന പോക്കിൽ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് യാത്ര. ആർത്തു വിളിക്കുന്നുണ്ട്, സിംഹനാദം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇങ്ങനെ കളിച്ചും ചിരിച്ചും രസിച്ചും അവര് വളരെ വേഗത്തിൽ ദക്ഷിണദിക്കിലേക്ക് യാത്ര ചെയ്തു. ആ യാത്ര ചെന്ന് നിൽക്കുന്നത് സമുദ്രത്തിന്റെ തീരദേശത്താണ്. വാനരവൃന്ദം മകരാലയം കണ്ട് മനസ്സെ ഭീതി കലർന്നു വരുവിനാർ. മകരാലയത്തെ കണ്ടു, സമുദ്രത്തെ കണ്ടു. വാനരന്മാര് പർവ്വതം പോലെ ഇളകിമറിയുന്നതായ തരംഗമാലകൾ എണ്ണിയാൽ തീരുന്നില്ല. അത് കണ്ടിട്ട് വാനരന്മാർ തെല്ല് ഒന്ന് പരിഭ്രമിച്ചു. ഭയങ്കരമായ ശബ്ദം, ഭീമനിസ്വനം, വലിയ തിരമാലത്തല്ലലുകളുടെ അലർച്ചയ്ക്ക് തുല്യമായിരിക്കുന്ന ശബ്ദം. അങ്ങനെ പർവ്വതം പോലെ ഇളകിമറിയുന്ന തിരമാലകളൊക്കെ കണ്ടിട്ട് എങ്ങനെയാ ഇതിനെ കടക്കുക എന്ന് വാനരവീരന്മാരും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. അവിടെ സൈന്യത്തെ യഥായോഗ്യം നിവേശിപ്പിച്ചു. എന്നിട്ട് അടുത്ത സമുദ്രത്തെ തരണം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങൾ ശ്രീരാമചന്ദ്രൻ ഏറ്റവും അടുത്ത ആളുകളോട്, ലക്ഷ്മണൻ, സുഗ്രീവൻ, ആഞ്ജനേയൻ തുടങ്ങിയ, ജാംബവാൻ തുടങ്ങിയ ആളുകളോട് ആലോചിക്കുന്നു. ഇതേ സമയത്ത് മറുവശത്തും ആലോചന നടക്കുകയാണ്. രാവണന്റെ ചാരന്മാര് രാവണനെ പോയി അറിയിച്ചു. രാമൻ വലിയൊരു വാനരപ്പടയുമായിട്ട് സമുദ്രത്തിന്റെ വടക്കേക്കരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലങ്കാപുരിയിലേക്ക് കടന്നു വന്നിട്ട് ലങ്കയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളുമായിട്ടാണ് പുറപ്പാട്. എത്രത്തോളം വാനരന്മാരുണ്ടാകാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ, കൃത്യമായുള്ള ധാരണയൊന്നും അവർക്കില്ല. ഒക്കെ അവര് രാവണനോട് പറഞ്ഞു. രാവണൻ ഇത് കേട്ടു. കേട്ടിട്ട് രാവണൻ ആകെ പരിഭ്രമിച്ചു.